എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ മാർച്ച് 18 എൻ്റെ പിറന്നാളായിരുന്നു. കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മറ്റ് പല തിരക്കുകളും ഉള്ളതുകൊണ്ട് ഇന്നലെ കിട്ടിയ സമ്മാനം എന്തൊക്കെയാണെന്ന് നോക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് അത് നോക്കാൻ പോകുന്നത്. ചെറിയ കുട്ടികളാണ് എനിക്ക് സമ്മാനം തന്നിട്ടുള്ളത്. നമുക്ക് ഏത് പ്രായത്തിലായാലും സന്തോഷത്തോടെ ഒരാൾ നമുക്ക് സമ്മാനങ്ങൾ തരുമ്പോൾ അത് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമല്ലേ. അത് നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന കൊച്ചു കുട്ടികളാവുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് ഇരട്ടിയാവും. എൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് ഈ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിലാണ് എനിക്ക് ഈ സമ്മാനങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഒന്ന് പൊളിച്ചു നോക്കാം. ഞാനതിൽ ആദ്യം ഓരോന്നായിട്ട് പൊളിച്ചിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇത് നമുക്ക് ലാസ്റ്റ് എടുക്കാം അല്ലേ. ഇതവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഒന്നാമത്തെ പാക്കറ്റ് ഇതാണ്. ഹാപ്പി ബർത്ത്ഡേ മഹേഷ് ചേട്ടാ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്താണ് ഉള്ളത് നോക്കാം നമുക്ക് ആദ്യം. നല്ല രീതിയിൽ ഇവർ കുട്ടികളാണ്, അതിൻ്റെതായ രീതിയിലുള്ള പാക്കിംഗ് ആണ്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കാം. ഞാനും പൊളിച്ച് നോക്കിയിട്ടില്ല, അവരെന്നോട് പറഞ്ഞിട്ടുമില്ല. ഏതായാലും നമുക്ക് അറുത്ത് മുറിച്ച കളിയാമ്പള്ളി തന്നെയാക്കാം, അതാ നല്ലത്. ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടുകൊണ്ട് ചിലപ്പോൾ പാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഫാൻ ഇട്ടില്ലെങ്കിൽ ഉള്ളിൽ നല്ല ചൂട് വന്നു, അതുകൊണ്ട് ഫാൻ ഇടാതിരിക്കാനും പറ്റൂല. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഫാൻ എന്തായാലും വേണം. ഒരുപാട് പാക്കിങ്ങുകൾക്ക് ഒടുവിൽ ആദ്യത്തെ സമ്മാനം എന്ന് പറയുന്നത് ഡയറി മിൽക്കാണ്. അടിപൊളി, നല്ലൊരു ഡയറി മിൽക്കാണ് ആദ്യം കിട്ടിയത്. അത് നമുക്ക് ഇവിടെ വെക്കാം. രണ്ടാമത്തെ സമ്മാനം നോക്കാം. ഇതിലും അങ്ങനെ തന്നെ ഹാപ്പി ബർത്ത്ഡേ മഹേഷ് ചേട്ടാ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് വിളിച്ച് നോക്കാം. ഇതിലെന്തായിരിക്കും? കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തോന്നുന്നു, ഒരുപാട് പാക്കിങ് ആക്കിയത്. അത് രസമാണ്. ഇത് കാണുമ്പോൾ നമ്മൾ പണ്ട് ഞാൻ ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കൾക്കൊക്കെ സമ്മാനം കൊടുക്കുന്ന സമയത്ത് വളരെ ചെറിയ സാധനമാണ് ഇതിനകത്ത് ഉണ്ടാവുക. ഒരു നാരങ്ങ മുട്ടായിയൊക്കെയാണ് വെക്കുക. പക്ഷേങ്കിൽ അത് ഇതുപോലെ വലിയ പാക്കാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഒരുപാട് പാക്ക് ചെയ്യും ഇങ്ങനെ. അത് എന്താണെന്ന് അറിയാൻ ലാസ്റ്റ് കിട്ടുമ്പോഴാണ് ഇത് സംഭവം എന്ന് പറയുന്നത്. ചിലവർ വലിയ കല്ലൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സ്നിക്കേഴ്സാണ്, അതും ചോക്ലേറ്റ് തന്നെയാണ്. ഓക്കെ, അടിപൊളി. ഇനി മൂന്നാമത്തെ പാക്ക്. മൂന്നാമത്തെ പാക്ക് പൊളിച്ച് നോക്കാം. മൂന്നാമത്തെ പാക്ക് കുറച്ച് സ്പീഡാക്കാം, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അല്ല, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി അല്ലേ, അതുകൊണ്ട് താല്പര്യമുള്ളവർ അല്ല ഇത് കാണുള്ളൂ, അല്ലാതൊരു സ്കിപ്പ് ചെയ്യാനില്ല. അതുകൊണ്ട് കുഴപ്പമില്ല.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ പണ്ട് ഞാനൊക്കെ ചെയ്യുന്ന അതേ പരിപാടിയാണ്. കാരണം ഒരുപാട് പാക്കിങ് ചെയ്തിട്ട് ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഓരോന്നിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴും ആ ഒരു ആകാംക്ഷ അതുപോലെ തന്നെ ഉണ്ടാവും. എന്തായാലും ഞാൻ പണ്ട് ചെയ്ത ആ ഒരു കാര്യം ഇതുപോലെ ഈ ഒരു കാലഘട്ടത്തിലും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. കണ്ടില്ല, ഒരുപാട് പാക്ക് ഉണ്ട് ഇതിനുള്ളിൽ. ഒരുപാട് പാക്കുകൾക്കിടയിലാണ് ഈ ഒരു സാധനം ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഞാനൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക സുഖം മനസ്സിലാകുന്നത്. കാരണം നമ്മളിതുപോലെ വലിയ പാക്കേജ് വിട്ടിട്ട് അപ്പോൾ ഒരുപാട് പാക്ക് പൊളിക്കുമ്പോൾ ലാസ്റ്റ് ഇതും ഡയറി മിൽക്ക് തന്നെയാണ്. 2. അപ്പോൾ ഇനി ലാസ്റ്റ് ഈ ഒരു പാക്കറ്റ് കൂടി ഉണ്ട്. ഇതും നമുക്ക് എന്താണെന്ന് നോക്കാം. ഇത് ശരിക്കും ഇന്നലെ തന്നെ പൊളിക്കേണ്ട സാധനമായിരുന്നു. ഇന്നലെ തന്നെ പൊളിച്ച് ഇന്നലെ തന്നെ വീഡിയോ ഇടേണ്ടതായിരുന്നു ഇത്. പക്ഷേങ്കിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഞാൻ ഇവിടെ എത്താൻ ഒരുപാട് വൈകിപ്പോയി. അതുകൊണ്ട് തന്നെ ഇന്നലെ ഈ ഒരു സാധനത്തെ ആക്രമിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇതിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും സ്നിക്കേഴ്സ് തന്നെയാണ്. ഏതായാലും 2 സ്നിക്കേഴ്സും 2 ഡയറി മിൽക്കുമാണ് ഉള്ളത്. അപ്പം 4 പാക്കറ്റായിട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയത് 4 പാക്കറ്റിലും 4 സാധനം ആയിരിക്കും എന്നാണ്. അപ്പോൾ അത് തന്നെയായിരിക്കും ഓൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ വിചാരിച്ചിട്ട് കൺഫ്യൂഷൻ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതെന്തായാലും ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ട്. 4ലും 4 സാധനം പ്രതീക്ഷിച്ച ഞാൻ ഇപ്പം 2 സാധനമാണ് ഇതിനകത്തുള്ളത്. ഇത് ഇത്രയും സാധനങ്ങൾ എനിക്ക് തന്നത് പ്രണവാണ്. അപ്പോൾ ഇനി ഉള്ള സാധനം നമുക്ക് നോക്കാം. ഇത് ഒരു ഗ്രീറ്റിംഗ്സ് മോഡൽ ചെയ്തതാണ്, പേപ്പറിൽ ചെയ്തെടുത്തതാണ്. ശരിക്കും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അവരവരുടേതായ ഒരു കലാവിരുത് ഇതിൽ ചെയ്തെടുക്കുമ്പോൾ എനിക്കിതാണ് ഇഷ്ടം. നമുക്ക് പൈസ കൊടുത്താൽ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ കിട്ടും, പക്ഷെ അതിനേക്കാൾ എത്രയോ മൂല്യമുണ്ട് ഈ ഒരു സാധനത്തിന്. ഇനി ഇതിൻ്റെ അകത്തുള്ളത് എന്താ, മറ്റൊരു ഗ്രീറ്റിംഗ്സ് തന്നെയാണ്. ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് മോശം എന്നല്ല പറഞ്ഞത്. ഇതിൽ ഈ രണ്ടും നോക്കുമ്പോൾ എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇത് മോശം അല്ല ഇത് നല്ലത് എന്ന അർത്ഥത്തിലല്ല. ഇതാണ് കുറച്ചും കൂടി രസമായിട്ട് തോന്നുന്നത്. അല്ലേ നിങ്ങൾക്ക് അങ്ങനെ തന്നെയല്ലേ തോന്നുന്നുണ്ടാവുക? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ 2 സാധനം പൂജയാണ് എനിക്ക് തന്നത്. പൂജാലക്ഷ്മി കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പൂജാലക്ഷ്മിയും പ്രണവും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതുപോലെ തന്നെ സമ്മാനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ മറ്റൊരു വെറൈറ്റിയാണ്, ഇതും പേപ്പറിൽ തന്നെ ചെയ്തതാണ്. ഇതെനിക്ക് സമ്മാനമായിട്ട് തന്നത് ആഗ്രഹയാണ്. ഞാനിവിടെ വാവാച്ചി എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഈ 3 ആളുകളാണ് എനിക്ക് ഇപ്രാവശ്യം പിറന്നാളിന് സമ്മാനം തന്നിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം പറഞ്ഞല്ലോ, എൻ്റെയൊക്കെ പിറന്നാൾ കൃത്യമായിട്ട് ഓർത്ത് അത് നമ്മളെ അറിയിക്കുകയും അതുപോലെ ചെറുതായ ചില സമ്മാനങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ അതിന് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല. ഒത്തിരി സ്നേഹം, അത്രേ ഈ കുട്ടികളോട് പറയാനുള്ളൂ. ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമ്മാനങ്ങളെ കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഏത് പ്രായത്തിലായാലും
ആളുകൾക്ക് ഒത്തിരി സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സമ്മാനമൊന്നും കൊടുക്കാൻ പറ്റൂലെങ്കിൽ സ്നേഹത്തോടെ നല്ല 2 വാക്ക് പറഞ്ഞാലും മതി. അതും സമ്മാനത്തിൻ്റെ മൂല്യം ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ.